അമ്മൂമ്മയുടെ ചക്കരമാവുകളെല്ലാം ഓടി വന്നേ. ഇന്ന് അമ്മൂമ്മ ഒരു പുതിയ കഥ പറഞ്ഞു തരട്ടെ. എങ്കിലെല്ലാവരും കേട്ടോളൂ. കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കൊള്ളണം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് അമ്മൂമ്മയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ അമ്മയോട് പറയണേ. ശരി, കേട്ടോളൂ. ഒരിടത്ത് ഒരു മില്ലുടമയും 3 മക്കളും താമസിച്ചിരുന്നു. അവർക്ക് വളരെ സന്തോഷമായിട്ട് അവർ കഴിഞ്ഞു വരികയായിരുന്നു. പെട്ടെന്ന് അച്ഛന് അസുഖമായപ്പോൾ അച്ഛൻ വിചാരിച്ചു, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. മൂത്ത മകനെ വിളിച്ചിട്ട് അവന് മില്ലിൻ്റെ ചുമതല ഏൽപ്പിച്ചു. രണ്ടാമത്തെ മകനൊരു കഴുതയെ കൊടുത്തു. നമ്മുടെ മൂന്നാമത്തെ മകന് ഒരു പൂച്ചയെ കൊടുത്തു. അപ്പോൾ അവൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഈ പൂച്ചയെ വെച്ച് എന്ത് ചെയ്യാനാ? എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെ ജീവിക്കും? ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. മാത്രമല്ല മറ്റ് 2 സഹോദരന്മാരും അവനെ ആക്ഷേപിക്കുകയും ചെയ്തു. ഹഹാ, നിനക്ക് ഒരു പൂച്ചയെ കിട്ടി, നീ പൂച്ചയെ വെച്ച് എന്ത് ചെയ്യാനാ? ശരി ശരി, നന്നായിട്ട് കഴിഞ്ഞോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ ആക്ഷേപിച്ചു. അവന് സങ്കടം കൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം പൂച്ച അവനോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് എനിക്കൊരു ബൂട്ട്സും ഒരു സഞ്ചിയും തരാമോ? സംസാരിക്കുന്ന പൂച്ചയോ? നിനക്ക് സംസാരിക്കാൻ അറിയാമോ? അങ്ങ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എനിക്ക് 2 ബൂട്ട്സും ഒരു സഞ്ചിയും തരാമോ? നിനക്കെന്തിനാ ബൂട്ട്സും സഞ്ചിയും? അതങ്ങ് അറിയണ്ട. എനിക്ക് തന്നാലും. എങ്ങനെയെങ്കിലും കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം നുള്ളിപ്പറക്കി നോക്കി കൊണ്ടുവന്ന് ഒരു ചെരുപ്പ് കച്ചവടക്കാരനോട് പറഞ്ഞു, എനിക്കെൻ്റെ പൂച്ചയ്ക്കിടാൻ 2 ബൂട്ട്സ് വേണം, കൂടാതെ ഒരു സഞ്ചിയും വേണം. കടക്കാരൻ വല്ലാതെ ചിരിച്ചു. പൂച്ചയ്ക്ക് ബൂട്ട്സോ? തന്നേ പറ്റൂ, എൻ്റെ പൂച്ച ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരി ശരി എന്ന് പറഞ്ഞിട്ട് പൂച്ചയ്ക്കിടാൻ വേണ്ടി 2 ബൂട്ട്സും ഒരു സഞ്ചിയും കൊടുത്തു. നേരെ കൊണ്ടുവന്ന് പൂച്ചയുടെ കയ്യിൽ കൊടുത്തു. പൂച്ച ഒന്നും മിണ്ടാതെ എന്ത് ചെയ്തു? അത് വാങ്ങി നേരെ ഒരു പാടത്തിലേക്ക് പോയി. എന്നിട്ട് 2 ക്യാരറ്റ് അതിനകത്ത് സഞ്ചിക്കകത്ത് പറിച്ചിട്ടു. നേരെ എന്ത് ചെയ്തു? എന്നിട്ട് ഈ ബൂട്ട്സ് പോയിട്ട് ഒളിച്ചവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ മുയലുകൾ അത് വഴി വന്നു. ഹായ്, നമ്മുടെ ക്യാരറ്റ് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് നാക്കിൽ വെള്ളമൂറി. നേരെ പോയി സഞ്ചിക്കകത്തോട്ട് കടന്നു. നമ്മുടെ പൂച്ച എന്താ, കാത്തിരുന്ന നിമിഷമല്ലേ, ഒറ്റ ചാട്ടത്തിന് നമ്മുടെ സഞ്ചി കൂട്ടിപ്പിടിച്ചു. അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതായി. നേരെ എന്നിട്ട് യജമാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇതാ ഇന്നത്തേക്കുള്ള ഭക്ഷണം അങ്ങേക്ക്. ഇവനെന്ത് ഭക്ഷണം കൊണ്ടുവരാനാ എന്ന് വിചാരിച്ച് സഞ്ചി തുറന്നു നോക്കിയപ്പോൾ എന്ത് ചെയ്തു? ഒന്നാം തരം ഒരു മുയൽക്കുട്ടൻ. ആഹാ, 2 പേരുമായിട്ട് അതിനെ ഇറച്ചി വെച്ച് നന്നായിട്ട് കഴിച്ചു. എന്താ സ്വാദ്! 2 പേരും വളരെ രുചിയോടുകൂടി ഭക്ഷിച്ചു. മറ്റവർ ഇതൊക്കെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. അടുത്തെന്ത് ചെയ്തു? പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് രാജാവിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നേരെ എന്ത് ചെയ്തു? ക്യാരറ്റും ആയിട്ട് വേറെ സ്ഥലത്ത് പോയി ഇങ്ങനെ ഒളിച്ചിരുന്നു. അതും നല്ലൊരു മുഴുത്ത മുയൽക്കൂട്ടൻ അതിനകത്ത് വന്ന് ചാടി. നേരെ എടുത്ത് രാജാവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവനെ ഗാർഡുകളകത്തേക്ക് കയറ്റി വിട്ടില്ല. ഇല്ല, ഒരു പൂച്ചയ്ക്കകത്ത് പ്രവേശനമില്ല, രാജാവിനെ കാണാൻ പറ്റുകയില്ല. ബൂട്ട്സ് ഇട്ട 2 പൂച്ച വന്നിട്ടുണ്ടെന്ന് പറയൂ. സംസാരിക്കുന്ന പൂച്ചയോ? നിനക്ക് സംസാരിക്കാൻ അറിയാമോ? പറഞ്ഞാൽ മതി രാജാവിനോട്. ബൂട്ട്സ് ഇട്ട പൂച്ചയല്ലേ, സംസാരിക്കുന്ന പൂച്ചയെ കാണാൻ രാജാവിന് നല്ല ഇഷ്ടമായിരിക്കും. കടത്തി വിട്ടോളൂ എന്ന് പാറാവുകാരൻ പറഞ്ഞു. 2 പേരും എന്ത് ചെയ്തു? അയാളെ നേരെ രാജാവിൻ്റെ അടുത്തേക്ക് വിട്ടു. രാജാവിനടുത്ത് ചെന്നിട്ട്, നമ്മുടെ പൂച്ചക്കുട്ടൻ ബുദ്ധിമാനാണ് കേട്ടോ, നേരെ പറഞ്ഞു, അങ്ങേക്ക് എൻ്റെ പ്രഭു
ഒരു സമ്മാനം തന്നയച്ചിട്ടുണ്ട്. ക്യാരബസിലെ പ്രഭുവാണ് എൻ്റെ യജമാനൻ. അങ്ങേക്ക് തന്നയച്ച സമ്മാനം സ്വീകരിച്ചാലും. രാജാവ് പെട്ടെന്ന് സംസാരിക്കുന്ന പൂച്ചയെ കണ്ട് രാജാവിൻ്റെ മകളും അവിടെ എത്തി. എല്ലാവരും വളരെ അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അതിനെ വാങ്ങിച്ച് നോക്കിയപ്പോൾ നല്ലൊരു മുയൽക്കുട്ടൻ. ശരി ശരി, നിൻ്റെ രാജാവിനോട് ചെന്ന് പറഞ്ഞേക്കൂ ഞാനിത് സ്വീകരിച്ചു എന്ന്. രണ്ടുപേരുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത് എല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസവും രാജാവിന് വീണ്ടും സമ്മാനം കൊണ്ട് കൊടുത്തു. രാജാവിന് വളരെ സന്തോഷമായി. എനിക്ക് സമ്മാനം തന്നയക്കാൻ ഒരാളുണ്ടല്ലോ. ആരാണ് താങ്കളുടെ പ്രഭു? അത് ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം. നേരെ എന്ത് ചെയ്തു, നമ്മുടെ പ്രഭു ഇയാളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് അങ്ങ് കുളിക്കാനായിട്ട് പുഴയിലേക്ക് പോകണം. എനിക്ക് ഈ സമയം കുളിക്കാനൊന്നും വയ്യ. പുസ്സ് എന്നാണ് ആ പൂച്ചയുടെ പേര്, പുസ്സേ എന്ന് പറയും. അപ്പോൾ എന്തു ചെയ്യും? ഇല്ല, ഇപ്പോൾ തന്നെ അങ്ങ് പോകണം. നേരെ ഞാനിപ്പോൾ കുളിക്കണോ? വേണം നേരെ വയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് യജമാനെയും കൂട്ടി, യജമാൻ്റെ പേരെന്താണെന്നറിയാമോ? മാർക്കോസിനെയും കൂട്ടി നേരെ പുസ്സ് എങ്ങോട്ട് പോയി? പുഴക്കരയിൽ പോയി. എന്നിട്ട് യജമാനോട് വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറഞ്ഞു. ഈ സമയം വസ്ത്രങ്ങളെല്ലാം വെളിയിൽ വെച്ചിട്ട് പോയി. നേരെ ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഒരു കല്ലിനടിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവ് വരുന്ന സമയമായിരുന്നു. രാജാവ് അവിടെ യാത്രയ്ക്ക് വരുന്ന സമയമായിരുന്നു. ഇത് നോക്കി നിൽക്കുകയായിരുന്നു. രാജാവ് ദൂരെ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് മുങ്ങി കുളിക്കാൻ പറഞ്ഞു. അയാൾ എന്ത് ചെയ്താ? വെള്ളത്തിലോട്ട് താന്നപ്പോൾ നമ്മുടെ പൂച്ച അവിടെ കിടന്ന് വിളിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ പ്രഭുത വെള്ളത്തിലേക്ക് വീണേ, ആരെങ്കിലും രക്ഷിക്കണേ, ഓടി വരണേ എന്ന് വിളിക്കാൻ തുടങ്ങി. നേരെ എന്ത് ചെയ്തു? രാജാവ് കൽപ്പിച്ചു, അയ്യോ നമ്മുടെ പൂച്ചയല്ലേ അത്, അയാൾ എന്താണെന്ന് ചെന്ന് നോക്കാൻ അവരോട് പറഞ്ഞു. നേരെ വന്ന് നോക്കിയപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ പ്രഭു അതാ വെള്ളത്തിൽ കിടക്കുന്നു, എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞു. നേരെ അവരെന്ത് ചെയ്തു? ചാടി ഇറങ്ങി അയാളെ കരയ്ക്ക് കയറ്റി. നമ്മുടെ മാർക്കോസിനൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താ കാര്യമെന്നൊന്നും. പൂച്ച കണ്ണിറുക്കി കാണിച്ചു, ഒന്നും മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് നേരെ അവരോട് പറഞ്ഞു, രാജസേവകരോട് പറഞ്ഞു, എൻ്റെ പ്രഭുവിന് ഇടാൻ വസ്ത്രങ്ങളില്ല, അങ്ങ് എന്തെങ്കിലും കൊണ്ടുവന്നാലും. നേരെ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ആ രാജാവിനോട് പറഞ്ഞു, അയാൾക്ക് വസ്ത്രങ്ങളില്ല. അപ്പോൾ രാജാവ് നോക്കിയിട്ടിപ്പം പോയി കടയിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നേരം അയാളവിടെ ഇട്ടേക്കാൻ പറ്റില്ലല്ലോ. രാജാവിൻ്റെ വസ്ത്രം തന്നെ ഒന്ന് കൊടുത്തു. നേരെ എന്ത് ചെയ്തു? ആ വസ്ത്രങ്ങളെല്ലാം ഇടാൻ ആരോട് പറഞ്ഞു? രാജകീയ വസ്ത്രങ്ങളൊന്നും ഇയാൾക്കില്ലല്ലോ. അപ്പോൾ ഈ രാജകീയ വസ്ത്രങ്ങളിട്ടപ്പോൾ നല്ല ഒരു രാജാവിനെ പോലെ, ഒരു പ്രഭുവിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു മാർക്കോസ്. നേരെ എന്ത് ചെയ്തു? ആ വസ്ത്രങ്ങളെല്ലാം ഇട്ട് സുന്ദരക്കുട്ടനായി നിൽക്കുന്ന ഇയാളെ രാജാവിൻ്റെ മകളും കണ്ടു. എന്ത് രസമാണ് അയാളെ കാണാനെന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെ പൂച്ച എന്ത് ചെയ്തു? മുമ്പോട്ട് ഓടിയിട്ട് രാജാവിന് പോകുന്നതിന് മുമ്പേ ഓടി. അപ്പം കുറച്ച് കർഷകരൊക്കെ അവിടെ നിൽക്കുകയായിരുന്നു. അവരോട് പറഞ്ഞു, ഇത് ക്യാരബസിലെ പ്രഭുവിൻ്റെ വയലാളാണെന്ന് രാജാവിനോട് പറയണം. ശരി ഞങ്ങൾ പറഞ്ഞോളാം. രാജാവ് പോയ വഴിക്ക് എന്ത് ചെയ്തു? ഇത് ആരുടെ നിലങ്ങളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? ഇത് ക്യാരബസിലെ പ്രഭുവിൻ്റേതാണ്, മാർക്കോസ് പ്രഭുവിൻ്റേതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം അവിടെ ഒരു രാക്ഷസനുള്ള കാര്യം നമ്മുടെ പൂച്ചയ്ക്ക് അറിയാമായിരുന്നു. നേരെ രാക്ഷസൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ചെന്നിട്ട് കതകിൽ രണ്ടൂന്ന് മുട്ടുമുട്ടി. രാക്ഷസൻ പയ്യെ വന്ന് കതക് തുറന്നു. ഇതാര്? പൂച്ചയോ? ബൂട്ട്സ് ഇട്ട പൂച്ചയെക്കുറിച്ചും സംസാരിക്കുന്ന പൂച്ചയെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. വരൂ, നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നീ ഇവിടെ എത്തിയല്ലോ. ശരി, ഞാൻ അങ്ങയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങയ്ക്ക് വലിയ മൃഗങ്ങളാകാനും ചെറിയ മൃഗങ്ങളാകാനും ഒക്കെ വേഷം മാറാനും ഒക്കെ കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെന്താ അതിശയം? നോക്കിക്കോ, ഞാനിപ്പം തന്നെ മാറിത്തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പുലിയുടെ വേഷം ഇങ്ങനെ കിട്ടി. ഇവൻ പേടിച്ചു. എന്നെ ഇപ്പം പിടിച്ച് തിന്നുകയാണെങ്കിലോ? നേരെ എന്ത് ചെയ്തു? മാറി ഒളിച്ചിരുന്നിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാവുന്നു, നീ ഒരു ചെറിയ എന്തെങ്കിലും രൂപം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. അതിന് നിനക്ക് കഴിയില്ലേ അല്ലേ? വലിയ രൂപങ്ങളേടാ.
ഇല്ല, എനിക്ക് കുഞ്ഞനാവാനും കഴിയും എന്ന് പറഞ്ഞിട്ട് ഒരു എലിയുടെ രൂപത്തിൽ അങ്ങോട്ടും മാറി. ഇവനിത് കാത്തിരിക്കുകയായിരുന്നു. നേരെ ഒറ്റ ചാട്ടത്തിന് തന്നെ നമ്മുടെ രാക്ഷസനെ അകത്താക്കി. എലിക്കുഞ്ഞ് ആരെങ്കിലും ആവുമോ പൂച്ചയുടെ മുമ്പ്? നേരെ അവനെ അകത്താക്കി. രാക്ഷസൻ്റെ കഥ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? രാക്ഷസൻ്റെ കൊട്ടാരമാണെങ്കിൽ നല്ല മനോഹരമായ ഒരു കൊട്ടാരമായിരുന്നു കേട്ടോ. അവിടെ വേറെ ആരുമില്ല. അപ്പോൾ രാക്ഷസന് കഴിക്കാൻ വേണ്ടി നല്ല ഭക്ഷണങ്ങളൊക്കെ രാക്ഷസൻ ഇങ്ങനെ ഉണ്ടാക്കി വച്ചേക്കായിരുന്നു. പിറ്റേ ദിവസം രാജാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, നേരെ ഇന്നെൻ്റെ പ്രഭുവിനെ കാണാൻ അങ്ങ് വരണം, പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. ശരി ശരി, മകളെയും കൂട്ടി നേരെ ഈ രാക്ഷസൻ്റെ കൊട്ടാരത്തിൽ വന്നു. നമ്മുടെ മാർക്കോസിനാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. മാർക്കോസിനെ നേരെ അവിടെ കൊണ്ട് നിർത്തിക്കുകയായിരുന്നു. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? നോക്കിയപ്പോൾ ഒരു ഒന്നാന്തരം ഒരു കൊട്ടാരത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചേക്കുന്നു. അങ്ങ് കഴിച്ചാലോ എന്ന് പറഞ്ഞ് മാർക്കോസും നമ്മുടെ പുസ്സുമായിട്ട് എല്ലാം അവർക്ക് വിളമ്പിക്കൊടുത്തു. എല്ലാ രാജാവിനും സന്തോഷമായി. ഇത് എൻ്റെ മോൾക്ക് പറ്റിയ ഒരാൾ തന്നെ എന്ന് വിചാരിച്ചിട്ട് മാർക്കോസിന് എന്ത് ചെയ്തു? ആ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് നമ്മുടെ പൂച്ചക്കുട്ടനും മാർക്കോസും രാജാവും എല്ലാവരുമായിട്ട് വളരെ രാജകീയ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റി. അപ്പോൾ എന്ത് ചെയ്തു? ഒരു പൂച്ചയെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനെന്ന് വിചാരിച്ചെടുത്ത് അവനെന്ന് രാജകീയ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയുന്നു. അപ്പോൾ ഒന്ന് നിസ്സാരമായിട്ട് ആണെന്ന് നമ്മൾ കാണാൻ പാടില്ല, അല്ലേ? ശരി മക്കളെ, ഉറങ്ങിക്കോളൂ എല്ലാവരും.